ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റാങ്ക് ഓഫ് PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് ചലഞ്ച് ഡേ 2 ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തിടെ ഉദയയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ വ്യക്തിയാണ് സൗരവ് വിജയ്. അടുത്തിടെ ഉദയയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ വ്യക്തി സൗരവ് വിജയ്. ഉദയയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? നീലകണ്ഠ മിശ്രയാണ്. ഉദയയുടെ നിലവിലെ ചെയർമാൻ നീലകണ്ഠ മിശ്ര. ഉദയയുടെ ഫുൾ ഫോം എന്താണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ വ്യക്തി ആരാണ്? സൗരവ് വിജയ് ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ വ്യക്തി സൗരവ് വിജയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക സർവേ കപ്പൽ. അത്യാധുനിക സർവേ കപ്പലിന്റെ പേരാണ് INS സംശോധക്. INS സംശോധക്. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക സർവേ കപ്പലാണ് INS സംശോധക്. സമാധാന നോവൽ ജേതാവായ നർഗീസ് മുഹമ്മദി ഇറാനിലെ ജയിൽ അനുഭവങ്ങളും മനുഷ്യാവകാശ പോരാട്ടങ്ങളും വിവരിച്ചുകൊണ്ട് എഴുതിയ പുതിയ ഓർമ്മക്കുറിപ്പ് എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ് എന്നത് ആരുടെ പുസ്തകമാണ്? നർഗീസ് മുഹമ്മദിയുടെ പുസ്തകമാണ്. സമാധാന നോവൽ ജേതാവായ നർഗീസ് മുഹമ്മദി ഇറാനിലെ ജയിൽ അനുഭവങ്ങളും മനുഷ്യാവകാശ പോരാട്ടങ്ങളും വിവരിച്ചുകൊണ്ട് എഴുതിയ പുതിയ ഓർമ്മക്കുറിപ്പാണ് എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ചേർക്കുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പിലാക്കിയ ദേശീയ തലത്തിലെ മികച്ച മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രോഗ്രാമാണ് അമരം. മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രോഗ്രാം അമരം. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ചേർക്കുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പിലാക്കിയ ദേശീയതലത്തിൽ മികച്ച മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രോഗ്രാം അമരം. 2026 മെയ് മാസത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചലച്ചിത്ര താരമാണ് സി ജോസഫ് വിജയ്. 2026 മെയ് മാസത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് സി ജോസഫ് വിജയ്. വിജയുടെ പാർട്ടിയാണ് തമിഴകം വെട്രി കഴകം എന്ന് പറയുന്നത്. അപ്പൊ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ചേർക്കുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആലപ്പുഴയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് അമരം എന്ന് പറയുന്നത്. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അഗ്നി 5 മിസൈലിന്റെ MRIV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരീക്ഷണ ദൗത്യമാണ് ദിവ്യാസ്ത്ര. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അഗ്നി 5 മിസൈലിന്റെ MRIV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരീക്ഷണ ദൗത്യത്തിന്റെ പേരാണ് ദിവ്യാസ്ത്ര. ഒന്നിലധികം ഫോർമുലകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രി N രംഗസ്വാമിയാണ് പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രി N രംഗസ്വാമി. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്ന സ്റ്റേഡിയമാണ് ആസ്റ്റെക്ക സ്റ്റേഡിയം, മെക്സിക്കോ. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരം എവിടെയാണ്? ആസ്റ്റെക്ക സ്റ്റേഡിയം, മെക്സിക്കോ. ആസ്റ്റെക്ക സ്റ്റേഡിയം, മെക്സിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് അൻപുവീട്. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേരള സാമൂഹ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി അൻപുവീട്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഭിന്നശേഷി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ആരാണ് പുറത്തിറക്കിയത്? കേരള സാമൂഹ്യ വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് അൻപുവീട്. രക്ഷിതാക്കളുടെ അഭാവത്തിൽ പരമാവധി ഒരാഴ്ച വരെ ഇവിടെ സംരക്ഷണം നൽകും. മതിയായ സൗകര്യങ്ങളില്ലാത്ത വീടുകളിലെ ഭിന്നശേഷിക്കാർക്ക് ഇവിടെ പകൽ സമയം സംരക്ഷണം ലഭിക്കും. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സിംഗപ്പൺ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാട്. അപ്പൊ എന്താണ്? സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് സിംഗപ്പൺ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എവിടെയാണ് ആരംഭിച്ചത്? തമിഴ്നാട്ടിലാണ് ആരംഭിച്ചത്. ക്വസ്റ്റ്യൻ, കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച ഏകാംഗ കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. കേരള നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മാതൃകയാക്കി തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷ. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചത്തിനെ മാതൃകയാക്കി തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം
എന്താണ് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഒഡീഷ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയമായി മാറാനൊരുങ്ങുന്ന ഗ്രാമം. ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയമാണ്. ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയമായി മാറാനൊരുങ്ങുന്ന ഗ്രാമമാണ് ലക്കുണ്ടി, കർണാടക. ലക്കുണ്ടി, കർണാടകയാണ് ഓപ്പൺ മ്യൂസിയമായി മാറാനൊരുങ്ങുന്ന ഗ്രാമം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യ വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ മാതാപിതാക്കളെയും അധ്യാപകരെയും സഹായിക്കുന്നതിന് NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പാണ് ഇജാദുയി പിതാര എന്ന് പറയുന്ന ആപ്പ്. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യ വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മാതാപിതാക്കളെയും അധ്യാപകരെയും സഹായിക്കുന്നതിന് NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പാണ് ഇജാദുയി പിതാര. ഇന്ത്യയിലെ ആദ്യത്തെ ലോ എമിഷൻ സോൺ നടപ്പിലാക്കാനൊരുങ്ങുന്ന നഗരം പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ലോ എമിഷൻ സോൺ നടപ്പിലാക്കാനൊരുങ്ങുന്ന നഗരം ഏതാണ്? പൂനെയാണ്. പൂനെയിലെ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള പ്രദേശത്തിലൊന്നായ ശിവാജി നഗറിലാണ് ഈ ദൗത്യം നടപ്പിലാക്കുന്നത്. അപ്പോൾ ലോ എമിഷൻ എവിടെയാണ് നടപ്പിലാക്കുന്നത്? ശിവാജി നഗർ, പൂനെ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ നടന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ നടന്ന സ്ഥലം എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ക്വസ്റ്റ്യൻ, തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയിയുടെ അഡീഷണൽ സെക്രട്ടറിയായ മലയാളിയാണ് വി വിഷ്ണു. അപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയിയുടെ അഡീഷണൽ സെക്രട്ടറിയായ മലയാളി ആരാണ്? വി വിഷ്ണു. അമൃത ഷെർഗിലിന്റെ പുതിയ ജീവചരിത്ര ആത്മകഥ ആരുടേതാണ്? അമൃത ഷെർഗിലിന്റെ പുതിയ ജീവചരിത്ര ആത്മകഥയുടെ സിനിമയുടെ പേരാണ് അമ്രി എന്നാണ് ജീവചരിത്ര സിനിമയുടെ പേര്, അമ്രി. എന്നാൽ അമ്രി ആരുടെ ജീവചരിത്ര സിനിമയാണ്? അമൃത ഷെർഗിലിൻ്റെതാണ്. ഇംഗ്ലീഷിൽ സ്മൃതി എന്നാണ്. സംവിധായക ആരാണ്? മീര നായരാണ് സംവിധായക. അഞ്ജലി ശിവരാമനാണ് അമൃത ഷെർഗിലായി വേഷമിടുന്നത്. അപ്പൊ അഞ്ജലി ശിവരാമനാണ് അമൃത ഷെർഗിലായി വേഷമിടുന്നത്. സംവിധായക ആരാണ്? മീര നായരാണ്. ദെൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 35ഓളം നൃത്തരൂപങ്ങൾ കോർത്തിണക്കി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ നൃത്ത പരിപാടിയാണ് നാട്യ. എന്താണ് നാട്യ? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ 35ഓളം നൃത്തരൂപങ്ങൾ കോർത്തിണക്കി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ നൃത്ത പരിപാടിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? നാട്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർച്ചറി ലോകകപ്പ് 2ാം പാദ മത്സരത്തിൽ റീകർവ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ടീമിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ദീപിക കുമാരി, അങ്കിത ഭക്ത്, കുമുദ്കും മുഹമ്മദ്. ദീപിക കുമാരി, അങ്കിത ഭക്ത്, കുമുദ്കും മുഹമ്മദ്. വേദി എവിടെയായിരുന്നു? ഷാങ്ഹായി ആയിരുന്നു. വേദി ഷാങ്ഹായി. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2024 കണക്കുകൾ പ്രകാരം രാജ്യത്ത് ആത്മഹത്യാ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 3. ആത്മഹത്യാ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം 3 ആണ്. ക്വസ്റ്റ്യൻ, സോമനാഥ് ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി 75ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയത്തിന്റെ മൂല്യമാണ് 75 രൂപ. സോമനാഥ് ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയത്തിന്റെ മൂല്യം 75 രൂപ. ദെൻ 2026 ലാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? ബാഴ്സലോണ. ലാ ലീഗ് ഫുട്ബോൾ കിരീടം ബാഴ്സലോണ. BCC സംരക്ഷണം ചെയ്യാൻ വിസമ്മതിച്ച ഏത് ഡോക്യുമെന്ററിക്കാണ് ഈ വർഷത്തെ ബാഫ്ത ടെലിവിഷൻ അവാർഡ് ലഭിച്ചത്? ഏതാണ്? ഗാസ ഡോക്ടേഴ്സ് അണ്ടർ അറ്റാക്ക്. BCC സംരക്ഷണം ചെയ്യാൻ വിസമ്മതിച്ച ഏത് ഡോക്യുമെന്ററിക്കാണ് ഈ വർഷത്തെ ബാഫ്ത ടെലിവിഷൻ അവാർഡ് ലഭിച്ചത്? ഗാസ ഡോക്ടേഴ്സ് അണ്ടർ അറ്റാക്ക്. ഗാസ ഡോക്ടേഴ്സ് അണ്ടർ അറ്റാക്ക്. ദെൻ ആസാമിൽ തുടർച്ചയായ 2ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ആസാമിൽ തുടർച്ചയായ 2ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ഉഗാണ്ടയുടെ പ്രസിഡന്റായി അധികാരമേറ്റത് ആരാണ്? യൊവേരി മുസേവിനി. 1986 യൊവേരി മുസേവിനി മുതലാണ് മുസേവിനിയാണ് ഉഗാണ്ടയുടെ പ്രസിഡന്റ്. ഉഗാണ്ടയുടെ പ്രസിഡന്റായി അധികാരമേറ്റ വ്യക്തി യൊവേരി മുസേവിനി. 1986 മുതൽ മുസേവിനിയാണ് ഉഗാണ്ടയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, 2026 മെയ് മാസത്തിൽ മാതൃകാ ഭാഷയിൽ വിദ്യാഭ്യാസം എന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്? അനുച്ഛേദം 19 ക്ലോസ് 1A. 2026 മെയ് മാസത്തിൽ മാതൃകാ ഭാഷയിൽ വിദ്യാഭ്യാസം എന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്?
അനുച്ഛേദം 19 ക്ലോസ് 1A. മെയ് മാസത്തിൽ മാതൃകാ ഭാഷയിൽ വിദ്യാഭ്യാസം എന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്? അനുച്ഛേദം 19 ക്ലോസ് 1A പ്രകാരമാണ് മാതൃവിദ്യാഭ്യാസം മൗലികാവകാശമാകുന്നത്. 2026 ബ്രിക്സ് വിദേശകാര്യമന്ത്രിയുടെ സമ്മേളനം നടന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. 2026 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം നടന്ന നഗരം ന്യൂഡൽഹി. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ മിസൈൽ പരീക്ഷിച്ച രാജ്യം റഷ്യ. അപ്പോൾ അടുത്തിടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് റഷ്യ. ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈൽ ഏതാണ്? സാത്താൻ 2 ആണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈൽ ആണ് സാത്താൻ 2 അല്ലെങ്കിൽ സമർത്ത് എന്നറിയപ്പെടുന്നത്. സാത്താൻ 2 അല്ലെങ്കിൽ സമർത്ത്. വിദേശ നാണയ ശേഖരം കുറയാതിരിക്കാനും രൂപയുടെ മൂല്യത്തകർച്ച നിയന്ത്രിക്കാനും കേന്ദ്ര സർക്കാർ സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി തീരുവ എത്ര ശതമാനമായാണ് ഉയർത്തിയത്? വിദേശ ശേഖരണം കുറയാതിരിക്കാനും രൂപയുടെ മൂല്യത്തകർച്ച നിയന്ത്രിക്കാനും കേന്ദ്ര സർക്കാർ സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി തീരുവ എത്ര ശതമാനമായാണ് ഉയർത്തിയത്? 15% ഉയർത്തിയത്. കേന്ദ്ര സർക്കാർ സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി തീരുവ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ എത്രയാണ്? 15% ഉയർത്തിയത്. നിലവിൽ ഇത് എത്ര ശതമാനമായിരുന്നു? 6% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് പുറത്തിറക്കിയ 2022 വിവാദ ഉത്തരവ് ഔദ്യോഗികമായി പിൻവലിച്ച സംസ്ഥാനം കർണാടക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് പുറത്തിറക്കിയ 2022 വിവാദ ഉത്തരവ് ഔദ്യോഗികമായി പിൻവലിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അടുത്തിടെ ശാസ്ത്രലോകം കണ്ടെത്തിയ ആകാശഗംഗയുമായി ലയിച്ചു ചേർന്നതായി കരുതപ്പെടുന്ന കുള്ളൻ ഗാലക്സിയാണ് ലോക്കി. അടുത്തിടെ ശാസ്ത്രലോകം കണ്ടെത്തിയ ആകാശഗംഗയുമായി ലയിച്ചു ചേർന്നതായി കരുതപ്പെടുന്ന കുള്ളൻ ഗാലക്സി ഏതാണ്? ലോക്കി. ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ പര്യവേഷണ ദൗത്യം ആരംഭിച്ച പ്രദേശം ലഡാക്ക്. ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ പര്യവേഷണ ദൗത്യം ആരംഭിച്ചത് എവിടെയാണ്? ലഡാക്കിലാണ്. ആഗോളതലത്തിൽ ഇത്തരം സൗകര്യമുള്ള 6ാമത്തെ കേന്ദ്രമാണ് ലഡാക്കിലേത്. തുടർച്ചയായി 84 ദിവസങ്ങൾ സൂര്യൻ അസ്തമിക്കാത്ത പ്രതിഭാസം ദൃശ്യമാകുന്ന അമേരിക്കയിലെ പ്രദേശം അലാസ്ക. തുടർച്ചയായി 84 ദിവസം സൂര്യൻ അസ്തമിക്കാത്ത പ്രതിഭാസം ദൃശ്യമാകുന്ന അമേരിക്കയിലെ പ്രദേശമാണ് അലാസ്ക. ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ പര്യവേഷണ ദൗത്യം ആരംഭിച്ചത് എവിടെയാണ്? ലഡാക്കിലാണ്. ശാസ്ത്രലോകം കണ്ടെത്തിയ ആകാശഗംഗയുമായി ലയിച്ചു ചേർന്നതായി കരുതപ്പെടുന്ന കുള്ളൻ ഗാലക്സിയാണ് ലോക്കി. 2026 ഫിഫ അണ്ടർ 18 ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്. അപ്പം എന്താണ് 2026 ഫിഫ അണ്ടർ 18 ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ആണ്. ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരമാണ് അഹമ്മദാബാദ്, ഗുജറാത്ത്. 1998 2004 ഇതിനു മുമ്പ് ഇന്ത്യ ഫിഫ അണ്ടർ ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. IPL ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. IPL ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം വിരാട് കോഹ്ലി. കേരളത്തിലെ 24ാമത് മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ 24ാമത് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിലെ 24ാമത് മുഖ്യമന്ത്രിയാണ് VD സതീശൻ. നിയോജക മണ്ഡലം എവിടെയാണ്? പരവൂറാണ് നിയോജക മണ്ഡലം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളത്തിലെ 24ാമത് മുഖ്യമന്ത്രി VD സതീശൻ. നിയോജക മണ്ഡലം എവിടെയാണ്? പറവൂറാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തമിഴ്നാട്ടിലെ മദ്യം കിട്ടാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 21 വയസ്സ്. തമിഴ്നാട്ടിൽ മദ്യം കിട്ടാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 21 വയസ്സ്. പ്രായം സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ സ്ഥാപിച്ചത് എവിടെയാണ്? ഭോപ്പാലിലാണ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ സ്ഥാപിച്ചത് എവിടെയാണ്? ഭോപ്പാലിലാണ്. ക്വസ്റ്റ്യൻ: പുന്നത്താനം എന്നത് മലയാളത്തിലെ ഏത് പ്രശസ്ത സാഹിത്യകാരന്റെ തറവാട് വീടാണ്? CV രാമൻപിള്ളയുടെ തറവാട് വീടാണ് പുന്നത്താനം. അപ്പോൾ പുന്നത്താനം ആരുടെ തറവാട് വീടാണ്? CV രാമൻപിള്ളയുടെ തറവാട് വീടാണ്. മുഴുവൻ പേരെന്താണ്? കണ്ണങ്കര വേലായുധൻ രാമൻപിള്ള. കണ്ണങ്കര വേലായുധൻ രാമൻപിള്ള അല്ലെങ്കിൽ CV രാമൻപിള്ളയുടെ തറവാട് വീടിന്റെ പേരെന്താണ്? പുന്നത്താനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യ വനിതാ ഫുട്ബോൾ ലീഗിൽ കിരീടം നേടിയ ടീം ഏതാണ്? ഈസ്റ്റ് ബംഗാൾ FC. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കിരീടം നേടിയ ടീമാണ് ഈസ്റ്റ് ബംഗാൾ FC എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: 2026 മെയ് 1 ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ആദ്യ ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ ഏതാണ്?
ask.com ആണ്. 2026 മെയ് 1 ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ആദ്യകാല ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിന്റെ പേരാണ് ask.com. 1996 ആസ്ക് ജീവ്സ് എന്ന പേരിലാണ് ഈ സെർച്ച് എഞ്ചിൻ ആദ്യമായി ആരംഭിച്ചത്. അപ്പോൾ 2026 മെയ് 1 ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ആദ്യകാല ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനാണ് ask.com. 1996 ആസ്ക് ജീവ്സ് എന്ന പേരിലാണ് സെർച്ച് എഞ്ചിൻ ആദ്യമായി ആരംഭിച്ചത്. അടുത്തിടെ അന്തരിച്ച മലയാളത്തിൽ ആക്ഷൻ കോമിക്കുകൾക്ക് തുടക്കം കുറിച്ച പ്രശസ്ത ചിത്രകഥാകൃത്ത് ആരാണ്? കണ്ണാടി വിശ്വനാഥൻ. അടുത്തിടെ അന്തരിച്ച മലയാളത്തിൽ ആക്ഷൻ കോമിക്കുകൾക്ക് തുടക്കം കുറിച്ച പ്രശസ്ത ചിത്രകാരന്റെ പേരാണ് കണ്ണാടി വിശ്വനാഥൻ. 2026 മെയ് മാസത്തിൽ ഒമാൻ തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തകരുകയും മുങ്ങുകയും ചെയ്ത ഇന്ത്യൻ പതാക വഹിച്ചിരുന്ന ചരക്കു കപ്പൽ ഏതാണ്? ഹാജി അലി. 2026 മെയ് മാസത്തിൽ ഒമാൻ തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തകരുകയും മുങ്ങുകയും ചെയ്ത ഇന്ത്യൻ പതാക വഹിച്ചിരുന്ന ചരക്കു കപ്പലിന്റെ പേരാണ് ഹാജി അലി. ജൂണിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന ടൂർണമെന്റിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? തിലക് വർമ്മ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ജൂണിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന ടൂർണമെന്റിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? തിലക് വർമ്മയാണ്. 2026 ONV സാഹിത്യ പുരസ്കാരം നേടിയ പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തിയാണ് എം മുകുന്ദൻ. 2026 ONV സാഹിത്യ പുരസ്കാരം നേടിയ പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തി ആരാണ്? എം മുകുന്ദനാണ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം. അപ്പോൾ ONV പുരസ്കാരം 2026 എം മുകുന്ദനാണ്. ONV പുരസ്കാരം എം മുകുന്ദൻ. 2026 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാർക്ക് ചാൻ വുക്. 2026 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പാർക്ക് ചാൻ വുക് ആണ്. T20 ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. അപ്പോൾ 2020 ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? വിരാട് കോഹ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോബ്സ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകൾ ഉൾപ്പെട്ട കേരളം ആസ്ഥാനമായ ബാങ്കുകളിൽ ഇന്ത്യൻ തലത്തിൽ 7ാം സ്ഥാനം നേടിയ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക്. അപ്പോൾ എന്താണ്? ഫോബ്സ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഉൾപ്പെട്ട കേരളം ആസ്ഥാനമായ ബാങ്കുകളിൽ ഇന്ത്യ തലത്തിൽ 7ാം സ്ഥാനം നേടിയ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക് ആണ്. 14ാം സ്ഥാനം നേടിയ ബാങ്ക് ധനലക്ഷ്മി ബാങ്ക്. 20ാം സ്ഥാനം നേടിയത് കേരള ഗ്രാമീണ ബാങ്ക് ആണ്. ഫോബ്സ് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ കേരളം ആസ്ഥാനമായ ബാങ്കുകളിൽ ഇന്ത്യയിൽ 7ാം തലത്തിൽ നേടിയത് ആരാണ്? ഫെഡറൽ ബാങ്ക് ആണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ ശേഖരണം വിപുലീകരിക്കുന്നതിനായി ഇന്ത്യ ഏത് വിദേശ കമ്പനിയുമായാണ് കരാറിൽ ഏർപ്പെട്ടത്? അബുദാബി നാഷണൽ ഓയിൽ കമ്പനി. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ ശേഖരണം വിപുലീകരിക്കുന്നതിനായി ഇന്ത്യ ഏത് വിദേശ കമ്പനിയുമായാണ് കരാറിൽ ഏർപ്പെട്ടത്? അബുദാബി നാഷണൽ ഓയിൽ കമ്പനി. യുണൈറ്റഡ് കിങ്ഡത്തിലെ ഇന്ത്യയുടെ നിയുക്ത ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? പി കുമാരനാണ്. അപ്പം യു കെയിലെ ഇന്ത്യയുടെ നിയുക്ത ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? പി കുമാരൻ. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? വിക്രം ദൊരൈസ്വാമിയാണ്. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? വിക്രം ദൊരൈസ്വാമിയും. എവിടെയാണ്? യു കെയിലെ ഇന്ത്യയുടെ നിയുക്ത ഹൈക്കമ്മീഷണർ പി കുമാരനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ഷട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? സെൻട്രൽ വിസ്ത. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ഷട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചത് സെൻട്രൽ വിസ്ത. പ്രധാന ഭരണ കെട്ടിടങ്ങളും ആചാരപരമായ ഇടങ്ങളും ഉൾപ്പെടുന്ന ന്യൂഡൽഹിയിലെ സർക്കാർ ജില്ലയാണ് സെൻട്രൽ വിസ്ത എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ഹൈഡ്രജൻ പവർ ഷട്ടിൽ ബസ് എവിടെയാണ്? സെൻട്രൽ വിസ്തയിലാണ്. പ്രധാന ഭരണ കെട്ടിടങ്ങളും ആചാരപരമായ ഇടങ്ങളും ഉൾപ്പെടുന്ന ന്യൂഡൽഹിയിലെ ഒരു സർക്കാർ ജില്ലയുടെ പേരാണ് സെൻട്രൽ വിസ്ത എന്ന് പറയുന്നത്. ദേശീയ കംപ്ലൈൻസ് റിഡക്ഷൻ ആൻഡ് ഡീറെഗുലേഷൻ സംരംഭം എന്നിവയ്ക്ക് കീഴിലുള്ള എല്ലാ മുൻഗണനാ മേഖലകളും പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. അതായത് നാഷണൽ കംപ്ലൈൻസ്
റിഡക്ഷൻ ആൻഡ് ഡീറെഗുലേഷൻ ഇനിഷ്യേറ്റീവ് എന്നിവയ്ക്ക് കീഴിലുള്ള എല്ലാ മുൻഗണനാ മേഖലകളും പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ത്രിപുര. റിഫോം ഫ്രെയിംവർക്കിൽ ആകെ 15 മുൻഗണനാ മേഖലകൾ ഉൾക്കൊള്ളുന്നു. അതിൽ ഒന്നാം ഘട്ടത്തിൽ 23 മേഖലകളും രണ്ടാം ഘട്ടത്തിൽ 28 മേഖലകളും ഉൾപ്പെടുന്നു. അരുണാചൽ പ്രദേശിലെ ആദി സമൂഹത്തിന്റെ കാർഷികാധിഷ്ഠിതമായ പരമ്പരാഗത ഉത്സവമാണ് എറ്റോർഗിഡി. അരുണാചൽ പ്രദേശിലാണ്. എറ്റോർഗിഡി എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ ആദി സമുദായത്തിന്റെ ഒരു കാർഷികാധിഷ്ഠിതമായ പരമ്പരാഗത ഉത്സവത്തിന്റെ പേരാണ് എറ്റോർഗിഡി. എറ്റോർഗിഡിയുടെ സാംസ്കാരിക ആചരണവുമായി ഡെലോങ് നൃത്തം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഡെലോങ് നൃത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എറ്റോർഗിഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എറ്റോർഗിഡിയുടെ ഒരു സാംസ്കാരിക ആചരണവുമാണ് ഡെലോങ് നൃത്തം എന്ന് പറയുന്നത്. 2026 മെയ് 30 മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന SIR നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. 2026 മെയ് 30 മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന SIR നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഒഡീഷയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിലവിലെ CBI ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ് ആണ് നിലവിലെ CBI ഡയറക്ടർ എന്ന് പറയുന്നത്. 2026 മെയ് 24 കാലാവധി അവസാനിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ ഒരു വർഷം കൂടി കാലാവധി അദ്ദേഹത്തിന് നീട്ടി നൽകിയത്. അപ്പോൾ നിലവിലെ CBI ആരാണ്? പ്രവീൺ സൂദ്. രാജരാജ ചോളന്റെയും രാജേന്ദ്ര ചോളന്റെയും കാലത്തുള്ള ചെമ്പു തകിടുകളിൽ കൊത്തിയെടുത്ത രേഖകൾ ഇന്ത്യക്ക് കൈമാറുന്ന രാജ്യമേതാണ്? നെതർലാൻഡ്. രാജരാജ ചോളന്റെയും രാജേന്ദ്ര ചോളന്റെയും കാലത്തുള്ള ചെമ്പു തകിടിൽ കൊത്തിയെടുത്ത രേഖകൾ ഇന്ത്യക്ക് കൈമാറുന്ന രാജ്യമാണ് നെതർലാൻഡ്. 1700കളിൽ നാഗപട്ടണം ഡച്ചുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന കാലത്ത് ഇവിടെ എത്തിയ ക്രിസ്ത്യൻ മിഷണറി ഫ്ലോറിൻ റെയ്നസ് കാമ്പർ ആണ് നെതർലൻഡിലേക്ക് ഇവയെ കൊണ്ടുപോയത്. തമിഴ്നാട്ടിലെ ഏക വനിതാ മന്ത്രിയാണ് S. കീർത്തന. തമിഴ്നാട്ടിലെ ഏക വനിതാ മന്ത്രി ആരാണ്? S. കീർത്തനയാണ് വനിതാ മന്ത്രി. വകുപ്പ് ഏതാണ്? വ്യവസായമാണ്. അടുത്തിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രീയമായ സർവേ നടത്തിയ ഭോജ്ശാല സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഭോജ്ശാല സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. അടുത്തിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രീയമായ സർവേ നടത്തിയ ഭോജ്ശാല സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ധാർ ജില്ലയിലാണ് ഭോജ്ശാല സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് ഭോജ്ശാല സമുച്ചയം അപ്പോൾ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ചാർ ജില്ലയിലാണ് ഭോജ്ശാല സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ച 750 കിലോമീറ്റർ പരിധിയുള്ള ഗ്ലൈഡഡ് മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിന്റെ പേരാണ് ഫതക് 4. പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ച 750 കിലോമീറ്റർ പരിധിയുള്ള ഗൈഡഡ് മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമാണ് ഫതക് 4. ജനന നിരക്കിലുണ്ടായ വലിയ കുറവ് പരിഹരിക്കുന്നതിനായി കുടുംബത്തിലെ മൂന്നാമത്തെ കുട്ടിക്ക് 30,000 രൂപയും നാലാമത്തെ കുട്ടിക്ക് 40,000 രൂപയും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ജനന നിരക്കിലുണ്ടായ വലിയ കുറവ് പരിഹരിക്കുന്നതിനായി കുടുംബത്തിലെ മൂന്നാമത്തെ കുട്ടിക്ക് 30,000 രൂപയും നാലാമത്തെ കുട്ടിക്ക് 40,000 രൂപയും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ്. തുടർന്ന് വരുന്ന കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും വീഡിയോ സെക്ഷൻസും കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.